ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 322. നമ്മളിന്ന് നോക്കുന്നത് കാണ്ഡം 7 അനുഭാഗം 4 സൂക്തം 43 44. ഇതിൽ ഒന്ന് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടതിനെ പറ്റിയാണ് പറയുന്നത്. മറ്റൊന്ന് ഇന്ദ്രനും വിഷ്ണുവെല്ലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അവരെ പരിചയപ്പെടുത്തുകയാണ്. അപ്പം നമ്മളിന്ന് ആദ്യം നോക്കുന്നത് സൂക്തം 43. അതിൽ നമ്മൾ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില സന്ദേശങ്ങൾ അല്ലെങ്കിൽ സാരോപദേശ രൂപത്തിലുള്ള ചില കാര്യങ്ങളാണ്. അപ്പം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആദ്യം സൂക്തം 43 നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 7 അനുഭാഗം 4 സൂക്തം 43. ഋഷി പ്രസ്കണ്വൻ ദേവത വാക്ക് ഛന്ദസ് തൃഷ്ടുപ്പ്. ശിവാസ്ത ഏക അശിവാസ്ത ഏക സർവ വിഭിർഷി സുമനസ്യമാന തിസ്രോ വാചോ നിഹിത അന്തരസ്മിൻ താസാമേക വിപപാദാനുഘോഷം. ഭാവാർത്ഥം: ഹേ പുരുഷ, നീ വ്യർത്ഥനും നിന്ദിതനുമായി നിന്റെ നേരെ നിന്ദാരൂപത്തിലുള്ള വാക്കുകളും ഉപദേശവും പ്രയോഗിക്കപ്പെടുന്നു. അവയെ നീ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചവരിൽ അവയുടെ പ്രഭാവം ഉണ്ടാകട്ടെ. ഹേ പുരുഷ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. നിന്റെ നേരെ ആളുകൾ നിന്നെ വ്യർത്ഥനാക്കിയിട്ടും നിന്ദിതനാക്കിക്കൊണ്ടും നിന്റെ നേരെ നിന്ദ രൂപത്തിലുള്ള വാക്കുകളും ചിലപ്പം ഉപദേശങ്ങളും എല്ലാം പ്രയോഗിക്കപ്പെടുന്നു. അതായത് നമ്മുടെ നേരെ ചിലപ്പോൾ നമ്മളെ നിന്ദിക്കാൻ വേണ്ടിയിട്ട് ചിലവർ ശ്രമിക്കും. അല്ലെങ്കിൽ വലിയ ഉപദേശങ്ങൾ, നീ അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്. ഈ നാട്ടിലെ ഏറ്റവും അധികം ചിലവൊന്നുമില്ലാതെ ലഭിക്കുന്ന ഒരു സാധനം എന്താണ്? ഉപദേശം തന്നെയാണ്. ഈ ഉപദേശങ്ങളാണ് സഹിച്ചുകൂടാൻ പറ്റാത്തത്. നമുക്ക് നമ്മളുടേതായ ഒരു രീതി ഉണ്ടാവും. അപ്പം മറ്റുള്ളവർ ഉപദേശിക്കും. ചിലപ്പോഴും നമ്മൾ ചെയ്യുന്ന ധർമ്മത്തിന് വേണ്ടിയാണെങ്കിലും ഉപദേശം വരും. എന്താ ഉപദേശം വരിക? നമ്മളിപ്പോൾ എന്തെങ്കിലും അധർമ്മം കാണുമ്പം പ്രകടിപ്പിക്കുകയേ അതൊന്നും വേണ്ട, പ്രകടിപ്പിക്കണ്ട. നമ്മൾ വിചാരിച്ചാൽ നാട് നന്നാകില്ല, ഈ നാട് എങ്ങനെയായി പോയതാണ്, അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കും. ഇങ്ങനെ ഉപദേശം എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആകാം. അപ്പം അതിനൊന്നും ഒരു കുറവും ഇവിടെയില്ല. അതിൻ്റെ കൂടെ നമ്മളെ നിന്ദിക്കുകയും ചെയ്യും. ഉപദേശം തരുമ്പോൾ നമ്മളെ നന്നാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കുറ്റക്കാരി എന്ന നിലയിലും ഉപദേശിക്കും. അധികം അങ്ങനെയല്ലായിരിക്കും. അപ്പം നിന്ദ, നീ വ്യർത്ഥനാണ്, നിനക്ക് നിൻ്റെ ജീവിതത്തിന് വേറെ നിന്നെ കൊണ്ട് അങ്ങനെ ഇങ്ങനെയെല്ലാം ആക്കുന്ന തരത്തിലുള്ള എല്ലാം വരാം. അപ്പോൾ എന്ത് ചെയ്യണം? അവയെ നീ സന്തോഷത്തോടെ സ്വീകരിക്കുക. ആരെങ്കിലും ഉപദേശം തരികയാണെങ്കിൽ നീ പ്രതികരിക്കാൻ പോകരുത്. അതിൻ്റെ ആവശ്യമില്ല. പ്രതികരിച്ചിട്ടൊന്നും എന്ത് നേടാനാണ്? ഓ ശരി, അങ്ങനെ ആട്ടെ, സന്തോഷത്തോടെ സ്വീകരിക്കുക. ചിലപ്പോൾ നല്ല ഉപദേശമായിരിക്കും, അതപ്പം നമുക്ക് സഹായകരമായിരിക്കും. അല്ല, നല്ല അല്ലെങ്കിലും സ്വീകരണം ഓൾറെഡി അങ്ങനെ തന്നെ ആട്ടെ എന്നങ്ങ് പറഞ്ഞേക്കുക. അതുകൊണ്ട് നീ സന്തോഷത്തോടെ സ്വീകരിക്കുക. അപ്പോൾ കുറ്റം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അവിടെ കിടന്നിട്ട് പറയട്ടെ, അങ്ങ് അംഗീകരിച്ചു കൊടുത്തേക്കുക. സന്തോഷത്തോടെ ഓ ശരി ഞാൻ നോക്കിക്കോളാം എന്നെല്ലാം പറഞ്ഞങ്ങ് വിട്ടേക്കുക. അതാണ് ജീവിതത്തിൽ ഇവിടെ ഒരു നല്ലൊരു സാരോപദേശമാണ് തരുന്നത്. അല്ലാതെ പ്രതികരിക്കാൻ, അതിനോട് തർക്കിക്കാനൊന്നും പോകരുത്. ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചവരിൽ അവയുടെ പ്രഭാവം ഉണ്ടാകട്ടെ. എന്നിട്ട് പറയുകയാണ്, അങ്ങനെയുള്ളവർ
നമ്മൾ ആക്കാൻ വേണ്ടി പറയുകയാണെങ്കിലും അതിൻ്റെ ദോഷം മുഴുവൻ അവന് കിട്ടട്ടെ. ഈ കുറ്റം പറഞ്ഞ് അടക്കുന്നവരൊന്നും രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നല്ല ഉപദേശം നല്ല വെച്ചിട്ട് വല്ലതും ഉപദേശം തരികയാണെങ്കിൽ കൊള്ളാം. അല്ല, നമ്മൾ ആക്കിക്കൊണ്ട് വല്ലവരും സംസാരിക്കുകയാണെങ്കിൽ അതവൻ്റെ സ്വഭാവമാണ്. അങ്ങനെയുള്ള ആൾക്കാരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് അവനോട് തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതവൻ്റെ നേച്ചറാണ്. മറ്റുള്ളവരെ കുറ്റം പറയുക, അത് ഇത്. അതിനെ നമ്മൾ നന്നാക്കാൻ പോയിട്ടൊന്നും കാര്യമില്ല. അവൻ മാറാൻ പോകുന്നില്ല. അത് ജനിതകമാണ്. അതിൻ്റെ ഫലം ആർക്കെന്നെ കിട്ടിക്കൊള്ളട്ടെ. ഇവിടെ പറയുന്നത് എന്താണ്? അതിൻ്റെ ഫലം അവന് തന്നെ കിട്ടിക്കൊള്ളും. നമ്മളതിനെ പ്രതികരിക്കാൻ പോകണ്ട. ഇനി നമുക്ക് 44 സൂക്തത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. ഇത് വിഷ്ണുവിനെയും ഇന്ദ്രനെയെല്ലാം നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അതെന്താണ് പറയുന്നതെന്ന് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 7 അനുഭാഗം 4 സൂക്തം 44. ഋഷി പ്രസ്കണ്വൻ, ദേവത ഇന്ദ്രൻ, വിഷ്ണു ഛന്ദസ് തൃഷ്ടുപ്പ്. ഉഭ ജിഗ്യധർത്ത പരാ ജയേതേ ന പരാ ജിഗ്യേ കുതരശ്ചനം നയോ ഇന്ദ്രശ്ച വിഷ്ണോ യദപസ്പൃഥേധാം ത്രേധാ സഹസ്ര വിതധൈര്യയേധാം. ഭാവാർത്ഥം: ഇന്ദ്രനും വിഷ്ണുവും ഒരിക്കലും പരാജിതരാവില്ല. അവരെപ്പോഴും വിജയിക്കുന്നു. അതിനാൽ അവരെ ആശ്രയിക്കുക. അവരിലൂടെ പരാജയം ഒഴിവാക്കുക. രാജാക്കന്മാരോട് നിങ്ങൾ ഏതൊരു ലോകത്തിനും കാര്യത്തിനും വേണ്ടിയാണോ യുദ്ധം ചെയ്യുന്നത്, അത് സ്വന്തം നിലയിൽ ആധികാരികമായിട്ട് ചെയ്യുക. ഇവിടെ പറയുന്നത് ഇന്ദ്രനും വിഷ്ണുവും ഒരിക്കലും പരാജിതരാവില്ല. അപ്പം ഈ ലോകത്തിൽ ഒരിക്കലും പരാജിതരായ 2 ശക്തികളാണുള്ളത്. ഒന്ന് ഇന്ദ്രനും ഒന്ന് വിഷ്ണു. വിഷ്ണു എന്നത് പരിപാലനമാണ്. നമ്മളെ പരിപാലിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. അതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പം നമ്മളെ സൃഷ്ടിക്കുന്നത് ഒരു ലക്ഷ്യം വെച്ചാണ്. എന്തെങ്കിലുമോ കർമ്മം ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. അപ്പം നമ്മളെ സൃഷ്ടിച്ചിട്ട് എങ്ങനെയാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത്? നമ്മളെ സൃഷ്ടിച്ചതോ നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കാനോ ഇതൊന്നും നമുക്കറിയില്ല. നമ്മുടെ ഉള്ളിലൊരു ഞാനെന്ന ചിന്തയുണ്ടാക്കിയിട്ട് നമ്മളുടെ ഒരു ആഗ്രഹം ഉണ്ടാക്കും. ഇപ്പം നാട്ടിൽ റോഡ് വെട്ടാനാണ് നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ ആ സമയത്തുമ്പോൾ നമ്മൾ കർമ്മത്തിലിറങ്ങേണ്ട സമയമാകുമ്പോൾ നമ്മളൊരു തോന്നലുണ്ടാകും, ഒരു ജോലിക്ക് അപ്ലൈ ചെയ്താൽ ചിലപ്പം റോഡ് വെട്ടുന്ന ജോലിയായിരിക്കും, നമുക്ക് കിട്ടും, നമ്മൾ പോകും. എന്തിനു വേണ്ടിയാണ് പോകുന്നത്? പൈസ കിട്ടണം എന്നെല്ലാം വെച്ചായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ആ ശക്തി നമ്മളെ ജനിപ്പിച്ചിട്ട് നമ്മളുടെ ഒരു ആഗ്രഹം ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു ശക്തി വിശേഷമുണ്ട്. അപ്പോൾ ആ ശക്തി വിശേഷം ചിന്തിക്കുന്ന തരത്തിലേ ലോകം പോവുകയുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ സൃഷ്ടിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്, അത് ബ്രഹ്മാവ്. സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത് ആ കർമ്മം നമ്മളെ കൊണ്ട് നോക്കി നടപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് വിഷ്ണു. അത് എത്ര വരെ കൊണ്ടുപോകും? നമ്മളെ കർമ്മം തീരുന്നവരെ അതിനാണ് ഉത്തരവാദിത്വം. നമ്മളെ പരിപാലിക്കാൻ, നമുക്ക് വേണ്ട ഭക്ഷണം തരാൻ, നമുക്ക് വേണ്ടപ്പോൾ ജോലി തരാൻ, നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാൻ, ഇതെല്ലാം നോക്കി നടക്കുന്ന സംരക്ഷകനാണ് വിഷ്ണു. അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മളെ ജനിപ്പിച്ചാൽ കർമ്മം ചെയ്യിപ്പിക്കാനാണ്. ആ കർമ്മം തീരുന്നവരെ നമ്മൾ മരിക്കാൻ പോകുന്നില്ല. അതെല്ലാവരും നോക്കിക്കോളും. വിഷ്ണു നോക്കിക്കോളും. ഇപ്പോൾ ഒരു 100 വയസ്സ് വരെ എനിക്ക് ജോലി ഉണ്ടെങ്കിൽ 100 വയസ്സ് വരെ ആര് എന്നെ തച്ച് കൊല്ലാൻ നോക്കിയാലും ഞാൻ ചാകില്ല. അതെല്ലാം പരിപാലിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്, അതാണ് വിഷ്ണു. അപ്പോൾ അവന് ഒരിക്കലും പരാജിതനാവില്ല. പിന്നെയുള്ളത് ഇന്ദ്രനാണ്.
നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. ഇപ്പം നമുക്ക് സാമ്പാറിൻ്റെ പാചകക്കുറിപ്പുണ്ട്, ഇങ്ങനെയെല്ലാം ഉണ്ടാക്കണം, സാധനങ്ങളുണ്ട്. പക്ഷെ അത് സാമ്പാറാവില്ല. സാമ്പാറാണെങ്കിൽ നമ്മൾ ഇറങ്ങി തിരിച്ച് അതിനെ ഏകോപിപ്പിച്ചാലേ സാമ്പാറാവും. അപ്പം ഏകോപിപ്പിക്കാൻ ഒന്നും വേണം. സയൻസ് ഉണ്ടായാണ്ട് പറ്റില്ല, സയൻസ് മാത്രം പോരാ, അതിനെ ഏകോപിപ്പിക്കാൻ മാനേജ്മെൻറ്റ് വേണം. അതുകൊണ്ടാണ് എൻജിനീയറിങ് പഠിച്ചാലും അവിടെ മാനേജ്മെൻ്റ് ഉണ്ട് അതിനെ ഏകോപിപ്പിക്കാൻ. അതുപോലെ നമ്മളൊരു ചോറുണ്ടാക്കുമ്പോൾ നമ്മളൊരു കർമ്മം ചെയ്യുകയാണ്. ചോറുണ്ടാക്കുകയാണെന്ന് വെച്ചോ, ആ അരിൻ്റെ അകത്ത് പല രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, എന്നിട്ടാണ് അത് പദമുള്ള ചോറായി മാറുന്നത്. അപ്പം അവിടെ നടക്കുന്ന പ്രവൃത്തികളെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷമാണ്. അത് സയൻസിൽ നിന്ന് വരുന്ന ശക്തിവിശേഷമാണ്. ഒരു ശക്തി വന്നിട്ടാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്ന കർമ്മങ്ങളെയെല്ലാം ഏകോപിപ്പിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിലും അതിനെ ഏകോപിപ്പിക്കുന്ന മേസ്ത്രി എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ 2 കല്ല് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ചാന്തിട്ടാലും അതിൻ്റെ അകത്ത് കുറേ രാസപ്രവർത്തനങ്ങളിലൂടെയാണ് കല്ല് യോജിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം, ഇപ്പം എല്ലാ കർമ്മത്തിലും അതിൻ്റെ അകത്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്താണ്, അതിനെ ആർക്കും പരാജയപ്പെടുത്താനാവില്ല. അവരെപ്പോഴും വിജയിച്ചുകൊണ്ടേയിരിക്കും. അതായത് അവർ കാര്യങ്ങൾ നടപ്പാക്കുന്നവരാണ്, അവർ തീരുമാനിക്കുന്നവരെയാണ് കാര്യം പോവുക. അതിനാൽ അവരെ ആശ്രയിക്കുക. അപ്പം നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മളെ നയിക്കുന്നൊരു ശക്തിവിശേഷമുണ്ട്. അതാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അതിൽ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ട്. അതാണ് ഇന്ദ്രൻ. മറ്റേത് വിഷ്ണു, ഇത് ഇന്ദ്രനും. അപ്പം അവരെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അവരിലൂടെ പരാജയം ഒഴിവാക്കുക. അവരുദ്ദേശിക്കുന്ന തരത്തിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പരാജയം വരില്ല. കാരണം അവരാണ് നമ്മളെ കൊണ്ട് ജയിപ്പിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ വിജയിക്കും. രാക്ഷസരോട് നിങ്ങൾ ഏതൊരു ലോകത്തിലുള്ള കാര്യത്തിന് വേണ്ടിയാണോ യുദ്ധം ചെയ്യുന്നത് അത് സ്വന്തം നിലയിൽ ആധികാരികമായി ചെയ്യുക. ഏത് കർമ്മത്തിനൊന്നുണ്ട്, എതിർപ്പുണ്ട്. എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു ചോറുണ്ടാക്കുമ്പോഴും അതിൻ്റെ അകത്ത് എതിർപ്പുണ്ട്. ആ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് അരിയെ പുതിയ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നത്. ആ എതിർപ്പിനെയാണ് അസുരൻ എന്ന് പറയുന്നത്. ഏത് കർമ്മം ചെയ്യുമ്പോഴും ദർ ഈസ് റിയാക്ഷൻ, ഒപ്പോസിഷൻ. അതിനാണ് അസുരൻ എന്ന് പറയുന്നത്. അപ്പം അസുരനോടുള്ള കർമ്മങ്ങളെല്ലാം നമ്മൾ എങ്ങനെ ചെയ്യണം? ആധികാരികമായിട്ട് ചെയ്യുക. നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണോ ആ കർമ്മം നമ്മൾ ചെയ്യുക. ആ ശക്തിക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക. നമുക്ക് വേണ്ടി എന്ന് ചിന്തിക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യമായിരിക്കില്ല. ഇപ്പം വിഷ്ണു നമ്മളെ സൃഷ്ടിച്ചത് തെങ്ങ് നടാനാണ്. പക്ഷെ നമ്മളൊരു നമുക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ എന്തിന് തെങ്ങ് നടുന്ന്, ചുമ്മാ ഇരിക്കുക, ഇങ്ങനെ തോന്നും നമുക്ക് എന്ന് ചിന്തിക്കുമ്പോൾ. അപ്പോൾ ആധികാരികമായി കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റും. നമുക്ക് തോന്നിയാണ് ഒരു തെങ്ങ് കിടക്കുന്നുണ്ട്, തെങ്ങിൻ്റെ തൈ അത് നടാൻ ഞാനാണ് അവിടെ നടേണ്ടത് എങ്കിലത് ഞാൻ നട്ടേ പറ്റും. അല്ലാണ്ട് ആടെ കിടക്കട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. അത് എൻ്റെ സൗകര്യം നോക്കിയിട്ടാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്യുക. എനിക്ക് വേണ്ടിയിട്ടൊന്നും വച്ചിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടരുത്. അത് ആധികാരികമല്ല. ആധികാരികം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശക്തി, ആ ശക്തി വിശേഷം വിഷ്ണു എന്തിനോ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ലോക പുരോഗതിക്കാണ്. അപ്പോൾ ആ കർമ്മങ്ങൾ നമുക്ക് എന്ന ചിന്തയില്ലാതെ അതിനായിട്ട് ചെയ്തു കൊടുക്കും. അത് ആധികാരികമാണ്.
അത് നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കുകയോ എത്താതിരിക്കുകയോ ചെയ്തു, അതല്ലാതെ തീരുമാനിക്കുന്ന മരിപ്പോ. പക്ഷെ നമുക്ക് മനസ്സിന് സമാധാനമുണ്ടാകും.